കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനം അത് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് ആശംസകൾ അറിയിച്ചിരുന്നു. നരേന്ദ്രമോദിയാണ് ഈ കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത്, US പ്രസിഡന്റിനെ വിളിച്ചിരുന്നു, അദ്ദേഹം എനിക്ക് ആശംസ അർപ്പിച്ചു. ഇന്ത്യയും US തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കും. പോരാത്തതിന് യുക്രൈൻ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ ട്രംപിൻ്റെ സ്തുത്യാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഈ ലോകത്തിനും രാജ്യത്തിനും വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം വന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ട്രംപ് എതിർത്തിരുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുതെന്നാണ്. ഇപ്പോഴിതാ US താരിഫ് സംഘർഷങ്ങൾക്കിടയിലും ട്രംപ് വിളിച്ചു കഴിഞ്ഞതിന് ശേഷവും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിൽ ഇന്ത്യക്ക് വമ്പൻ വർധനവുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കൻ സമ്മർദ്ദത്തിന് ഒരു ഫലവുമില്ലെന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യ ഇപ്പോഴും റഷ്യയുമായുള്ള ബന്ധം അതേപടി നിലനിർത്തുന്നു. ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തിയ റഷ്യൻ എണ്ണ ചരക്കുകളുടെ എണ്ണം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരുന്നു. ഇത് US സമ്മർദ്ദത്തിന് ഉടനടി ഫലമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 1-നും 16-നും ഇടയിൽ ഇന്ത്യ പ്രതിദിനം ശരാശരി 1.73 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തതായി പ്രാഥമിക ടാങ്കർ ട്രാക്കിംഗ് ഡാറ്റ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ യഥാക്രമം 1.59 ദശലക്ഷവും 1.66 ദശലക്ഷം ബാരലുമായിരുന്നു ഇത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഡെലിവറികൾ ഓഗസ്റ്റിൽ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച 25% താരിഫുകളുടെ യഥാർത്ഥ ആഘാതം വ്യക്തമാക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. റഷ്യൻ അസംസ്കൃത എണ്ണ കരാറുകൾ സാധാരണയായി 6 മുതൽ 8 ആഴ്ച മുമ്പാണ് അന്തിമമാകുന്നത്. അതായത് സെപ്റ്റംബർ ആദ്യത്തിലെ ഡെലിവറികൾ ജൂലൈയിൽ തന്നെ ബുക്ക് ചെയ്യും. ട്രംപ് ഇന്ത്യക്ക് പരസ്യമായി മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയ അതേ സമയത്താണിത്. സെപ്റ്റംബറിൽ ഇന്ത്യക്കായി പ്രതിദിനം 1.22 ദശലക്ഷം ബാരൽ എണ്ണ റഷ്യൻ തുറമുഖങ്ങൾ കയറ്റി അയച്ചു. എന്നിരുന്നാലും യഥാർത്ഥ കണക്ക് ഈജിപ്തിലെ പോർട്ട് സെയ്ദിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാങ്കുകളുടെ എണ്ണം 1.6 ദശലക്ഷം വരെ ആകാം. പക്ഷേ പരമ്പരാഗതമായി ഇന്ത്യയാണ് അവരുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.